ഹായ് മക്കളെ, വീഡിയോനാണ്. ഇന്ന് വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഓണപരീക്ഷയ്ക്ക് അക്കൗണ്ടൻസിയിൽ നിന്നും ഏതൊക്കെ തിയറി ചോദ്യങ്ങളാണ് ചോദിക്കുക എന്ന കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. എല്ലാവരും ഇവിടെയല്ലേ? എന്നാ കയറി വാ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ റിട്ടേൺ എഗ്രിമെന്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് കോൾഡ് ഡാഷ്. എന്തായിരുന്നു ഉത്തരം? അതിന് ആൻസർ പാർട്ട്ണർഷിപ്പ് ഡീഡ് ആണ് അല്ലേ. നെക്സ്റ്റ്, വാട്ട് ആർ ദി കോണ്ടന്റ്സ് ഓഫ് ഇറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിരിക്കണം എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നും അതിന്റെ കോണ്ടന്റ് എന്താണെന്ന കാര്യം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. അപ്പൊ എന്താ പാർട്ട്ണർഷിപ്പ് ഡീഡ്? ഇറ്റ്സ് എ റിട്ടേൺ എഗ്രിമെന്റ്, റിട്ടേൺ ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ദ ടേംസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആസ് എഗ്രീഡ് ബൈ ദി പാർട്ട്നേഴ്സ്. ഓക്കെ അല്ലേ. ഇനി എന്തൊക്കെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ കോണ്ടന്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഫേം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഒബ്ജക്ട് ഓഫ് ദി ഫേം, റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് ഇഫ് എനി എക്സെട്ര. ഇങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, കോണ്ടന്റ് ആക്കി പഠിച്ചു വെക്കാം. ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കാം. വിൽ യു ട്രീറ്റ് ദ ഫോളോവിങ് ടേംസ് ഇൻ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. അതായത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ ആബ്സെൻസിൽ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നതാണ് ചോദ്യം. ഇനി അതല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ കൊടുക്കും. അതെങ്ങനെയാ? താഴെ കാണും നിങ്ങൾ ഹിന്റ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നോ. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ ആബ്സെൻസിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെയായിരിക്കും? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെയായിരിക്കും? ലോൺ ഫ്രോം എ പാർട്ണർ എങ്ങനെയായിരിക്കും? റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് എങ്ങനെയായിരിക്കും? ഈ ഒരു രൂപത്തിലും ചിലപ്പോൾ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു തിയറി ഭാഗം നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ചോദിക്കാണ് പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ ആബ്സെൻസിലെ റൂൾ എന്തൊക്കെയാ? അത് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. എന്താണ്? അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വലി ആണ്. എന്താ ഉദ്ദേശം? അതായത് പാർട്ട്നേഴ്സ് തമ്മിൽ എഗ്രിമെന്റ് ഒന്നും ഇല്ല, വിച്ച് മീൻസ് നമ്മൾ കരാറൊന്നും ഉറപ്പിച്ചിട്ടില്ല പാർട്ട്നേഴ്സ് തമ്മിൽ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ രണ്ട് പേരും കൂടെ എങ്ങനെയായിരിക്കും വിരിച്ചെടുക്കുക? ഈക്വലി ആയിരിക്കും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടോ? നോട്ട് എൻടൈറ്റിൽ, കൊടുക്കേണ്ടതില്ല. രണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടോ? കൊടുക്കേണ്ടതില്ല. റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്, അതായത് സാലറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ? കമ്മീഷൻ ഉണ്ടോ? ഇല്ല, നോട്ട് എൻടൈറ്റിൽ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ 6%. അപ്പൊ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആയിരിക്കും, ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്തായിരിക്കും? 6% ആയിരിക്കും. ബാക്കി എന്തുണ്ടെങ്കിലും അതൊക്കെ എന്തായിരിക്കും? നോട്ട് എൻടൈറ്റിൽ. അവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവകാശമില്ല, കൊടുക്കേണ്ടതായിട്ടില്ല. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഈ തിയറി പോർഷൻസ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ലിസ്റ്റ് ഔട്ട് എനി 4 ഐറ്റംസ് അപ്പിയർ ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് എ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വെൻ ക്യാപിറ്റൽ അക്കൗണ്ട് ആർ ഫ്ലക്ച്വേറ്റിംഗ്. അതായത് നമുക്കറിയാം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ഫിക്സഡ് മെത്തേഡ് ആണ്, രണ്ടാമത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അല്ലേ മക്കളെ? ഒന്ന് ഫിക്സ്ഡ് ആണ്, രണ്ടാമത്തത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഓക്കെ, നമുക്കറിയാം ഫിക്സഡ് മെത്തേഡ് പ്രകാരം രണ്ട് അക്കൗണ്ട് ഉണ്ട്. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്, രണ്ട് കറന്റ് അക്കൗണ്ട് ആണ്. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് പ്രകാരം നോക്കുകയാണെങ്കിലോ, ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് പ്രകാരം ഒരൊറ്റ അക്കൗണ്ട് ഉള്ളൂ. അത് ഏത് അക്കൗണ്ട് മക്കളെ? അത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ചോദ്യം എന്താ ഇവിടെ? ക്വസ്റ്റ്യൻ, ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് പ്രകാരം ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. എന്താണ് ട്രിക്ക്? ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കുറയുന്ന ഐറ്റംസ് ആണ്, ക്രെഡിറ്റ് സൈഡ് ആണെങ്കിലോ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് ആണ്, അതായത് വർദ്ധിക്കുന്ന, കൂടുന്ന ഐറ്റംസ് ആണ്. അങ്ങനെയെങ്കിൽ സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കിയേ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയൊക്കെ ചെയ്താൽ? ഒന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ്. ഓക്കെ, എന്താണ്? ഒന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ, രണ്ട് അഡീഷണൽ ക്യാപിറ്റൽ ആണ്. ഓക്കെ, അഡീഷണൽ ക്യാപിറ്റൽ ആണ്. ദെൻ ഏതൊക്കെയാണ് മക്കളെ? സാലറി വരും, ദെൻ കമ്മീഷൻ വരും, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരും, ദെൻ പ്രോഫിറ്റ് വരും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇത്രയും ഐറ്റംസ് ആണ് ഇവിടെ വരാം, നമ്മൾ ക്രെഡിറ്റ് സൈഡ് വരുന്ന ഐറ്റംസ്. അപ്പോൾ ഒരു ക്വസ്റ്റിനും കൂടി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഫ്ലക്ച്വേഷൻ മെത്തേഡ് ആയതുകൊണ്ടല്ലേ ഇത്രയും 6 ഐറ്റംസ് നമ്മൾ പഠിച്ചത്. ഇനി തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കി, ഫിക്സ്ഡ് മെത്തേഡ് പ്രകാരമാണെങ്കിൽ കറന്റ് അക്കൗണ്ടിൽ അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ? ഫിക്സ്ഡ് മെത്തേഡ് പ്രകാരം കറന്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്ന ഐറ്റംസ് ഏത്? ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഐറ്റംസ്? ഈ കൂട്ടത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഐറ്റംസ് മാത്രമേ വരത്തുള്ളൂ. ഏതൊക്കെയാണ്? അപ്പം സാലറി വരും, കമ്മീഷൻ വരും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരും, പ്രോഫിറ്റ് വരും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അപ്പം ഈ ഐറ്റംസ് ആയിരിക്കും എവിടെ വരാം? കറന്റ് അക്കൗണ്ട് ആണെങ്കിൽ. എങ്ങനെ? ഫിക്സഡ് മെത്തേഡ് പ്രകാരം കറന്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്ന 4 ഐറ്റംസ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഈ രണ്ട് ചോദ്യങ്ങൾ എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത എന്താ? റൈറ്റ് എനി 4 ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സ്ഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേഷൻ ക്യാപിറ്റൽ മെത്തേഡും തമ്മിൽ 4 വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഫിക്സ്ഡ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രകാരം അവിടെ എന്തുണ്ട് മക്കളെ? 2 അക്കൗണ്ടുകളുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്, രണ്ട് കറന്റ് അക്കൗണ്ട് ആണ്. എന്നാൽ ഫ്ലക്ച്വേഷൻ മെത്തേഡ് പ്രകാരമോ ഒരൊറ്റ അക്കൗണ്ട് ഉണ്ടാവത്തുള്ളൂ, അത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. രണ്ട്,
ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം അഡ്ജസ്റ്റ്മെന്റ് റിലേറ്റിംഗ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ ഇതൊക്കെ നമ്മൾ ഇവിടെ കാണിക്കുക കറന്റ് അക്കൗണ്ടിലായിരിക്കും കാണിക്കുക. വിച്ച് മീൻസ് അഡ്ജസ്റ്റ്മെന്റ് ഐറ്റംസിനെയൊക്കെ നമ്മൾ ഇവിടെ കാണിക്കുക കറന്റ് അക്കൗണ്ടിലാണ് കാണിക്കുക. എന്നാൽ ഫ്ലക്ച്വേഷൻ മെത്തേഡ് പ്രകാരമോ ഒരൊറ്റ അക്കൗണ്ട് അല്ലേ ഉള്ളൂ. അപ്പോൾ സാലറിയും കമ്മീഷനും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും പ്രോഫിറ്റും എല്ലാം നമ്മൾ എവിടേക്കും കാണിക്കുക ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയായിരിക്കും കാണിക്കുക. മൂന്നാമത്തെ ഡിഫറൻസ്, ദ ബാലൻസ് ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡസ് നോട്ട് ചേഞ്ച്. അതായത് ഫിക്സ്ഡ് ക്യാപിറ്റൽ അക്കൗണ്ടിലെ ക്യാപിറ്റൽ ബാലൻസ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ചേഞ്ച് ചെയ്യത്തില്ല. അത് ഫിക്സ്ഡ് ആയിരിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്നാൽ ഫ്ലക്ച്വേഷൻ മെത്തേഡ് പ്രകാരം നോക്കുകയാണെങ്കിലോ അത് കീപ്പ് ഓൺ ചേഞ്ചിങ് ആണ്. അതായത് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അത് എന്തുകൊണ്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഫ്ലക്ച്വേഷൻ മെത്തേഡ് പ്രകാരം സാലറിയും കമ്മീഷനും ഒക്കെ ഒരൊറ്റ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും, സാലറി കിട്ടും വിഡ്രോവൽ നിർത്തും, കമ്മീഷൻ കിട്ടും വിഡ്രോവൽ നിർത്തും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, കീപ്പ് ഓൺ ചേഞ്ചിങ്, ചേഞ്ച് സംഭവിച്ചുകൊണ്ടേ നിൽക്കും. ഇത് ക്ലിയർ അല്ലേ? ലാസ്റ്റ് ആൻഡ് ഫൈനലി അടുത്തത്, ഫിക്സ്ഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾവേസ് ഷോസ് ക്രെഡിറ്റ് ബാലൻസ്. അതായത് ഫിക്സ്ഡ് ക്യാപിറ്റൽ അക്കൗണ്ടിലെ ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും എന്ത് ബാലൻസ് ആയിരിക്കും, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. എന്നാൽ ഫ്ലക്ച്വേഷൻ മെത്തേഡ് പ്രകാരമോ ക്രെഡിറ്റ് ബാലൻസും ആവാൻ സാധ്യതയുണ്ട്, ഡെബിറ്റ് ബാലൻസ് ആവാനും സാധ്യതയുണ്ട്. ക്ലിയർ അല്ലേ? ഇതൊക്കെയാണ് ഡിഫറൻസ്. ക്ലിയർ? അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ്, വാട്ട് ആർ ദി ഡിഫറെന്റ് മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം? അതായത് എന്തായിരുന്നു ഈ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ, റീകോൺസ്റ്റിറ്റ്യൂഷൻ സിംപ്ലി വി ക്യാൻ സേസ് ദാറ്റ് റീകൺസ്ട്രക്ഷൻ എന്നാണ്. എന്താണ്? റീകൺസ്ട്രക്ഷൻ ആണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അതായത് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് വീണ്ടും എഗ്രിമെന്റ് നമ്മൾ റീറൈറ്റ് ചെയ്യേണ്ടി വന്നാൽ, എഗ്രിമെന്റിൽ എന്തെങ്കിലും എഡിറ്റിംഗ് നമ്മൾ വരുത്തേണ്ടി വന്നാൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണത് റീകോൺസ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ അല്ലേ? അപ്പം ഏതൊക്കെയാണ് മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാം. അതായത് പ്രധാനമായിട്ടും 5 ടൈപ്പ് ഓഫ് മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് ഏതൊക്കെയാണ്? 1 ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, 2 അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, അമാൽഗമേഷൻ ഓഫ് 2 പാർട്ട്ണർഷിപ്പ്. ക്ലിയർ അല്ലേ? ഇതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഏതൊക്കെയാണ്? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറും. ഇത് രണ്ടുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇതിന് ഏതൊക്കെയുണ്ട്? റിട്ടയർമെന്റ് ഉണ്ട്, ഡെത്ത് ഉണ്ട്, അമാൽഗമേഷൻ ഓഫ് 2 പാർട്ട്ണർഷിപ്പും. ഈ 5 സാഹചര്യങ്ങളിൽ എന്ത് എടുക്കുക? പാർട്ട്ണർഷിപ്പ് തമ്മിലുള്ള എഗ്രിമെന്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരാം? റീറൈറ്റ് ചെയ്യേണ്ടി വരാം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടി വരാം ഈ 5 സാഹചര്യങ്ങളിലാണ്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എന്യൂമറേറ്റ് എനി 2 റൈറ്റ്സ് അക്വയർഡ് ബൈ എ ന്യൂലി അഡ്മിറ്റഡ് പാർട്ട്ണർ ഓഫ് എ ഫേം. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് ഒരു പാർട്ട്ണർ പുതുതായിട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന 2 അവകാശങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ചോദ്യം. ഏതൊക്കെയാണ്? ഒന്നാമത്തെ അവകാശം റൈറ്റ് ടു ഷെയർ ദി അസറ്റ് ഓഫ് ദി ഫേം, ഫേമിന്റെ അസറ്റിലുള്ള അവകാശമാണ്. രണ്ടാമത്തെ എന്താ? റൈറ്റ് ടു ഷെയർ ദി പ്രോഫിറ്റ് ഓഫ് ദി ഫേം. ക്ലിയർ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഈ അസറ്റിൽ അവകാശം കിട്ടണമെങ്കിൽ എങ്ങനെ? അസറ്റിൽ നമുക്ക് അവകാശം കിട്ടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് കൊണ്ടുവന്നിരിക്കണം? ക്യാപിറ്റൽ ആണ് കൊണ്ടുവന്നിരിക്കേണ്ടത്. ഇനി ഗുഡ്വില്ലിൽ പ്രോഫിറ്റിന് അവകാശം കിട്ടണമെങ്കിൽ അദ്ദേഹം എന്ത് കൊണ്ടുവന്നിരിക്കണം? ഗുഡ്വില്ലും കൊണ്ടുവന്നിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എങ്ങനെ? അദ്ദേഹത്തിന് 2 അവകാശങ്ങൾ ഏതൊക്കെയാണ്? 1 അസറ്റിലുള്ള അവകാശം, 2 പ്രോഫിറ്റിലുള്ള അവകാശമാണ്. അപ്പം അസറ്റിൽ അവകാശം കിട്ടണമെങ്കിൽ ക്യാപിറ്റലും, പ്രോഫിറ്റിൽ അവകാശം കിട്ടണമെങ്കിൽ ഗുഡ്വില്ലും അദ്ദേഹം എന്ത് ചെയ്തിരിക്കണം? ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കണം എന്നുള്ളതാണ്. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ലിസ്റ്റ് ഔട്ട് എനി 6 അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്സ് ഇൻവോൾവ്ഡ് ഓൺ ദി അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് ഈ ഒരു സംഭവമാണ് നമുക്ക് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന ചാപ്റ്റർ മുഴുവനായി നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? എന്തൊക്കെയായിരുന്നത്? 1 ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, calculation of sacrificing ratio, revaluation of assets and liabilities, distribution of reserves, accumulated profit or loss, treatment of goodwill, adjustment of capital. ഈ 7 കാര്യങ്ങളാണ് എന്തെന്ന് പറഞ്ഞാണെങ്കിൽ ഒരു പുതുതായിട്ട് ഒരു പാർട്ട്ണർ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്താൽ ഉണ്ടാകേണ്ട അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റുകൾ 7 കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ഗുഡ്വിൽ? ലിസ്റ്റ് ഔട്ട് എനി 2 ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ. എന്താണ് ഗുഡ്വില്ല്? ഗുഡ്വില്ലിന്റെ വാല്യൂവിനെ ഇഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമുക്ക് നോക്കാം. എന്താ ഗുഡ്വില്ല്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് ദ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് ദി ഫേം ആണ് അല്ലേ? ഓക്കെ, വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് ദി ഫേം ആണ്. ക്ലിയർ? അതേപോലെ എന്താണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ? ഗുഡ്വില്ലിന്റെ വാല്യൂവിനെ ഇഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1 ലൊക്കേഷൻ, 2 എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്, ദെൻ നേച്ചർ ഓഫ് ഗുഡ്സ്, ട്രെൻഡ് ഓഫ് പ്രോഫിറ്റ്, ക്യാപിറ്റൽ റിക്വയർഡ്, മാർക്കറ്റ് സിറ്റുവേഷൻ. ഈ ചോദ്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? തിയറി ഭാഗത്ത് നിന്ന് വരേണ്ടത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഗുഡ്വില്ല് പഠിച്ചിരിക്കണം. ഗുഡ്വില്ലിൽ എന്ത് മക്കളെ നമ്മൾ പഠിച്ചിരിക്കണം? ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ്വില്ലും പഠിച്ചിരിക്കണം. നെക്സ്റ്റ്, സ്റ്റേറ്റ് ഇൻ 2 സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ഗുഡ്വിൽ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം ഈസ് വാല്യൂഡ്. അതായത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ ഗുഡ്വില്ലിനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? എപ്പം? പാർട്ട്ണർഷിപ്പ് ഫേമിൽ. മനസ്സിലായോ? ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഗുഡ്വില്ലിന്റെ വാല്യൂവിനെ നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് കണ്ടുപിടിക്കേണ്ടത്? പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അതാണ് നീഡ് ഫോർ വാല്യൂഷൻ ഓഫ് ഗുഡ്വിൽ. എന്തൊക്കെയാണ്? 1 ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ്, 2 അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ,
ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ഡിസൊല്യൂഷൻ, അമാൽഗമേഷൻ ഓഫ് ടു പാർട്ട്ണർഷിപ്പും. ഈ 6 സാഹചര്യങ്ങൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഗുഡ് വില്ലിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ മക്കളെ, ഇതൊക്കെയാണ് നമുക്ക് എന്തുള്ളത് തിയറി ഭാഗത്ത് നിന്നും നാളത്തെ ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വളരാ. ടീം സൈലം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. ഓൾ ദ ബെസ്റ്റ്.